ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും തക്കാളിക്കറിയും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിക്ക് മീൻ വറുത്ത് വെക്കണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എന്തോ ഡിലീറ്റ് ആയിപ്പോയി. യൂട്യൂബിലിട്ടതിന് ശേഷമാണ് ഡിലീറ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. വേറെ ഇതേ മോഡൽ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. ഞാനാണെങ്കിൽ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയോണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ. അപ്പോൾ ഞാനിതേ ഒരു ജേണൽ ബുക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ജേണൽ ബുക്കത്തെ പേജൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫുൾ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം അതിൽ കുറച്ച് പേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല അത്യാവശ്യം നല്ലോണം പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നല്ല കട്ടിയുണ്ടായിരുന്നു അത്, കാരണം ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെ ബുക്ക് ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒരു ബുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് അതേ പിന്നെ കടിച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇതിന് റിബണൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചെന്നുള്ളൂ. ഇതിന് വരെ കളർ A4 ആയാലും മതി. എനിക്കൊന്ന് കളർ A4 ആണ് നല്ലത്. ഞാൻ റിബണ് വെറുതെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ അതിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു ആ റിബണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ, അല്ലാണ്ട് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ ബുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ സ്റ്റാപ്ലെയറൊന്നും അധികം അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2 എണ്ണമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡിലും സ്റ്റാപ്ലെയർ അടിച്ചു. എന്നിട്ട് ബുക്ക് അങ്ങനെ സെറ്റായി. ഞാൻ ഒന്നും കൂടി സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കത് നേരെ നിൽക്കണമല്ലോ, നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ, കാരണം സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യലും പഠിക്കലും എല്ലാം കൂടി നടക്കില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കുറച്ച് വൈകുന്നത്. നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ സംഭവം നടക്കണ്ടേ. ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും അമ്മ പഠിക്കാൻ വിളിക്കും, അങ്ങനെ പിന്നെ സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളാണ്. ഇന്നിപ്പോൾ എൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ വിടാം. അപ്പോൾ ആ വീഡിയോ വരുമ്പോഴൊക്കെ കുറച്ചധികം ദിവസമാവും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 2 ദിവസം കഴിയും എന്തായാലും ആ വീഡിയോ വിടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെയും വരും. അപ്പോൾ ഞാൻ ആ റിബൺ നല്ലപോലെ അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ബുക്ക് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയ ജേണൽ സപ്ലൈസാണ്. ഈ ജേണൽ സപ്ലൈസ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് പാർട്ട് 1 ആയിട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ വേണമെങ്കിൽ പോയി കാണാം. നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. നല്ല ഡിസൈൻസൊക്കെയാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കാണാം. പിന്നെ എന്താ ഒരു 3 വാഷിംഗ് ടേപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ അടുത്ത് വൈറ്റ് റിബൺ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റേ ഓറഞ്ച് റിബൺ ഒട്ടിച്ചത്. എൻ്റെ മുല്ലപ്പൂവൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും ആരും കാണണ്ട ഗൈസ്. ഇത് അലങ്കോലമായി ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ട് നോക്കണ്ട. നമുക്ക് അടിയിലേക്ക് പോവാം. അതിന് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു മേലത്തെ ആ ഒരു ഭാഗത്തിന് കുഞ്ഞു ഹോം ടൂർ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഹോം ടൂറിനൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ഹോം ടൂർ മാത്രം നടക്കണില്ല. എന്തോ വീടൊക്കെ എന്തോ ഹോം ടൂർ മാത്രം എടുക്കാൻ പറ്റണില്ല, കാരണം കുറേ എടുക്കാനുണ്ട്. എന്തോ ഹോം ടൂർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മേലെയായിട്ട് ഒരു കുഞ്ഞു ഹോം ടൂർ അങ്ങനെ കാണിക്കാം. ഇതെൻ്റെ ഏട്ടൻ്റെ റൂമാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, പക്ഷേ ഞാൻ ബാൽക്കണിയിൽ പോകുന്നില്ല കേട്ടോ, നല്ല വെയിലുണ്ടാവും. പിന്നെ ഇവിടെ ജനലിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇനി നമുക്ക് നേരെ എൻ്റെ റൂമിലേക്ക് പോവാം. എൻ്റെ റൂമാണ് ഗൈസ് ഇത്. ഇവിടെ കുറച്ച് അലങ്കോലായി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട്, പിന്നെ ഇവിടെ ഒരു മേശയുണ്ട്. എൻ്റെ ഏട്ടൻ്റെ റൂമിലും ഒരു കട്ടിൽ, ഒരു മേശ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഏട്ടൻ്റെ റൂമിൽ അങ്ങനെ ഈ ഒരു കുറച്ച് ഭാഗം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ കട്ടിലൊന്നുമില്ലാത്ത ഭാഗം. പിന്നെ ഇതാണ് മേലത്തെ ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ നമുക്കൊരു ഓപ്പൺ ഏരിയ കാണാം. ആ ഒരു ഓപ്പൺ ഏരിയയിൽ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലേക്ക് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അടിയിലത്തെ സോഫ, ഫാന്, ജനലെല്ലാം കാണാം കേട്ടോ ഇവിടെ നോക്കിയാൽ. അപ്പോൾ ഇതാണ് ഒരു ഓപ്പൺ ഏരിയ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാം. പിന്നെ ഇവിടെ
ഇവിടെ എന്ന് വെച്ചാൽ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു ഒരു ഒരു സംഭവമുണ്ട്. ഒരു റൂമും അല്ല, ഒരു സിറ്റ് ഔട്ട് പോലെ. അവിടെ ശരിക്കുള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ മേലത്തെ ഹോം ടൂറൊക്കെ. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ ഏട്ടൻ്റെ റൂമിൽ പോയി അവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് അങ്ങനെ നിന്നു. ഇവിടെ ആണെങ്കിൽ ഏട്ടൻ ഇന്നലെ പഠിച്ചിട്ട് അതേപോലെ പോയതാണ്. ബാഗും ബുക്കും എല്ലതും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ റൂമിലേക്ക് എന്തിനാണ് പോയെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടിയിലേക്ക് പോകാം. ഞാൻ ബനാന ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി ബനാന ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. പഴം വാട്ടിയതോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് നേരെ പോയി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തു. എന്നിട്ടത് പീസാക്കി. പിന്നെ ഗ്യാസ് കത്തിക്കുന്നതൊക്കെ ഞാനാണ് ഇപ്പോഴത്തെ ഈ ഒരു ബനാന ഫ്രൈ ഉണ്ടാക്കുന്ന ഷെഫ് ഞാനാണ്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് പാനൊക്കെ വെച്ച് പിന്നെ വെളിച്ചെണ്ണ അമ്മ ഒഴിച്ച് തന്നു. ഞാൻ വെളിച്ചെണ്ണയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അമ്മ ഒഴിച്ച് തന്നു. പിന്നെ അതിലേക്ക് പഴം ഇടാൻ കേട്ടോ. പഴം ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ജലദോഷമൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഴത്തിൽ കേട്ടോ. ആ പഴത്തിൽ പഞ്ചസാര ഇട്ടിട്ട് രണ്ടും കൂടിയാണ് ഇതിലേക്ക് ഇട്ടത്. പിന്നെ ഞാൻ ആക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതിങ്ങനെ വെന്ത പോലെ വാടി വന്ന പോലെ ആവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത്. എന്നിട്ട് ഞാനൊരു നല്ലൊരു കളറൊക്കെ വരുമ്പോൾ അത് വാങ്ങലാണ് ചെയ്യുക. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് പഞ്ചസാര അങ്ങോട്ടാണ്, പിന്നെയാണ് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ടത്. പിന്നെ ഇത്തിരി തേങ്ങ ഞാൻ തന്നെ ചെറുക്കിയിട്ട് ഞാൻ തന്നെ അതിലിട്ട് കൊടുത്തു. തേങ്ങ ഉണ്ടാകുമ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തേങ്ങയും ഞാൻ ഇട്ട് കൊടുത്തു. തേങ്ങ ഇല്ലാണ്ട് നല്ല രസമാണ്, പക്ഷേ എനിക്ക് തേങ്ങ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ നല്ലപോലെ ഇട്ട് കൊടുത്തു. നല്ലപോലെയല്ല, കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അതിങ്ങനെ വാടി വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ പുറത്ത് ഇങ്ങനെ നോക്കിക്കാണും. ഇവിടെ നോക്കിയാൽ ഫുൾ ചെടികളാണ് കേട്ടോ. ഫുൾ ചെടികളാണ്. കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു തെങ്ങാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അലങ്കോലം ഒരു ഇതായിട്ടുള്ള കുറച്ച് ബക്കറ്റുണ്ട്, കുറച്ച് തേങ്ങയുണ്ട്, ഒരു പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മേലെ പോയി തിന്നാം. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ പോയിട്ട് അതൊക്കെ തിന്നാം കേട്ടോ. എന്തായാലും ഞാൻ തിന്നിട്ട് വരാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തിന്നപ്പോൾ എനിക്ക് ചിരി വന്നു. ഇത് തിന്നുമ്പോൾ എനിക്കൊരു മഞ്ഞ ഹലുവ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് വരുന്നത്. എന്തായാലും ഞാൻ തിന്നട്ടെ. അങ്ങനെ ഞാൻ തിന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്കൊക്കെ പോയി. അപ്പോൾ ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി അമ്മ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ അവിടെ തൈര് എല്ലാതും ഉണ്ട്, കണ്ടില്ലേ, കേട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മേലേക്ക് തന്നെ പോയി. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ബുക്ക് വെച്ച് തുറന്നു നോക്കി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മൂടുണ്ടായില്ല. പിന്നെ അമ്മനൊക്കെ പോയി ചെറുതായിട്ടൊന്ന് സഹായിക്കുകയൊക്കെ ചെയ്തു. പട്ടേ ഗ്രാമമൊക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ. പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് പോയി നോക്കിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, തക്കാളി അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. തൈര് കേടുന്നു. തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഉള്ളിയും തക്കാളിയും അതൊക്കെ അവിടെ വാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള നെയ്യും വെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ അവിടെ ഉള്ളി അരിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അത് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രോഫീസ് ഞാൻ കാണിച്ചത്. അതിൻ്റെ മാത്രമല്ല ഏട്ടൻ്റെയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതല്ല, കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണിച്ചാൽ കുറച്ചെന്ന് വെച്ചാൽ 53 അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടത്.
ഇതിൽ എനിക്ക് ഫോട്ടോ വെച്ച ട്രോഫി ഇന്നൊന്ന് കിട്ടിയിട്ടോ. ഇന്ന് അത് പാരൻറ്റ് സ്റ്റുഡൻറ്റ് ക്വിസ് പ്രോഗ്രാമിന് കിട്ടിയതാണ്. പിന്നെ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ ഇട്ടു, തൈരൊക്കെ ഒഴിച്ചു, നല്ലപോലെ കുത്തി ഇളക്കി നല്ല അടിപൊളിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയി ടി വി കാണാൻ കേട്ടോ. നല്ല സുഖമാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ടി വി കാണാൻ. അപ്പോൾ കുറച്ച് നേരം പോയി അങ്ങനെ ടി വി കണ്ടു. പിന്നെ ക്യാമറ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. ഞാനതിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നു. ഈ ക്യാമറ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ കാട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ വായിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പാട്ടിൻ്റെ ലിറിക്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വായിച്ചും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ അത് ദമ്മിടുന്ന പരിപാടിയാണ്. അപ്പോൾ കനലൊക്കെ അതിൻ്റെ മേലിട്ടു. പിന്നെ ദമ്മ് പൊട്ടിച്ച് നല്ല ആവി കൊണ്ട് ഫോണിൻ്റെ ക്യാമറ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ തുടച്ച് കൊടുത്തു. നല്ലോണം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല മസാല ഒക്കെ ഉണ്ട് കേട്ടോ. മസാലയ്ക്ക് നല്ല കളർ വെച്ചിട്ട് നല്ല എരിവുണ്ടെന്നല്ല കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളച്ചോറ് മേലെ തന്നെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ അധികം എരിവില്ലാത്ത ചോറാണ് കേട്ടോ കഴിച്ചത്. പിന്നെ രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്തോ ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാലൊക്കെ ഉണ്ട് കേട്ടോ ഈ ചോറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ എന്നും തിന്നുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി നല്ല ഭംഗിയിലൊക്കെ തിന്നുള്ളൂ. പിന്നെ അച്ചാറും സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറും സാലഡും എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു കഷ്ണം ചിക്കൻ പീസ് എടുക്കുക, പിന്നെ സാലഡ് എടുക്കുക, ഇത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടി എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരിക്ക് ജ്യൂസ് ഉണ്ട്, അത് കുടിച്ചു. കരിക്ക് ജ്യൂസ് അടിച്ചാണ് കേട്ടോ, വീട്ടിൽ തന്നെ അടിച്ചാണ്. എന്തായാലും ബൈ ബൈ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ.